ഹോളിവുഡ് സിനിമാ നടന്മാർക്കിടയിൽ സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു നടനുണ്ട്. സാധാരണക്കാരനിൽ സാധാരണക്കാരനാണെങ്കിൽ പോലും ഹോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന, വാങ്ങുന്നതല്ല, പ്രതിഫലം ലഭിക്കുന്ന നടന്മാരിൽ ഒരാളുമാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു വരുന്നത് കിയാനു റീവ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോൺ വിക്ക് എന്ന് പറയുന്ന സിനിമയുടെ 4ാം ഭാഗം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേളയിൽ നമുക്ക് കിയാനു റീവ്സിനെ കുറിച്ച് ഒന്ന് കേട്ടു നോക്കാം. കാരണം വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള, നമ്മൾ ഓരോ മനുഷ്യരും കണ്ടിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വ്യക്തിയാണ് കിയാനു റീവ്സ്. നമുക്ക് കേട്ടു നോക്കാം. ചെറുപ്പകാലത്ത് ഐസ് ഹോക്കി ഭയങ്കര ഇഷ്ടമായിരുന്ന കിയാനു റീവ്സ് ഉണ്ടല്ലോ, വളർന്നു വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും മോട്ടോർ ബൈക്കുകളിലായി. നമ്മുടെ ഇന്ത്യയിലെ മഹേന്ദ്ര സിംഗ് ധോണിയെ പോലെയും ജോൺ അബ്രഹാമിനെ പോലെയും എല്ലാം ലോകതലത്തിൽ അറിയപ്പെടുന്ന ഒരു മോട്ടോർ ബൈക്ക് ഭ്രാന്തനാണ് നമ്മുടെ കിയാനു റീവ്സ്. ഇദ്ദേഹത്തിന് ഒരുപാട് മോട്ടോർ ബൈക്സ് കളക്ഷൻ ഉണ്ട്. സ്പോർട്സിലുപരി കൂടുതലും വിൻറ്റേജ് കസ്റ്റം മെയ്ഡ് ബൈക്കുകളാണ് പുള്ളിക്കാരനുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്ക് എന്ന പേരിൽ ഒരു കനേഡിയൻ ബേസ്ഡ് മോട്ടോർ ബൈക്ക് കമ്പനി തുടങ്ങുകയും ചെയ്തു. ഈ ഒരു കമ്പനി കൂടുതലും ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് പുള്ളിക്കാരൻ്റെ ഈ ഒരു ബൈക്കിനോടുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ്. ഇയാളൊരു നല്ല മനുഷ്യനാണ്, ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തിയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്തിനാണ് മോട്ടോർ ബൈക്ക് വെച്ച് തുടങ്ങിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം വേറൊന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ഫിലിം ഫ്രാഞ്ചൈസ് ഉണ്ട്. സിനിമ ഏതാണെന്ന് ഞാൻ പറയത്തില്ല, കാരണം ആ സിനിമ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഇദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ ഒരെണ്ണമാണ് ആ സിനിമ. സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ആ സിനിമ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ, അറിയാവുന്ന ആളുകൾ. അപ്പോൾ ആ ഒരു സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചതിന് ശേഷം ഭയങ്കര ആക്ഷൻ സീക്വൻസസ് ഒക്കെയുള്ള സിനിമയാണ് കേട്ടോ, സ്പെഷ്യൽ എഫക്ട്സ്, ആക്ഷൻ സീക്വൻസസ് ഇതൊക്കെയുള്ള സിനിമയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് പുള്ളിക്കാരനെ സഹായിച്ച ഒരു സ്റ്റണ്ട് ടീം ഉണ്ടായിരുന്നു. സിനിമ ഭയങ്കര സക്സസ് ആയപ്പോൾ കിയാനു റീവ്സ് എന്ന് പറയുന്നത് ഹോളിവുഡിലെ A-ലിസ്റ്റ് നടന്മാരിൽ ഒരാളായി, അതായത് ടോപ്പ് ടയർ നടന്മാരിൽ ഒരാളായി. അപ്പോൾ അതിന് പുള്ളിക്കാരനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഡയറക്ടറോ സ്ക്രിപ്റ്റ് റൈറ്ററോ ഒന്നുമല്ല, ഈ സിനിമയുടെ ആക്ഷൻ സീക്വൻസിൽ പങ്കെടുത്തിട്ടുള്ള സ്റ്റണ്ട് ടീമാണെന്ന് പുള്ളിക്കാരൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റണ്ട് ടീമിലുണ്ടായിരുന്ന 10 പേർക്കും ഓരോ ഹാർലി ഡേവിഡ്സൺ മോട്ടോർ ബൈക്കുകൾ പുള്ളിക്കാരൻ മേടിച്ചു കൊടുത്തു. ആണ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട്, ഇന്ന നടൻ ഇത്ര കോടി രൂപ മേടിക്കുന്നു, ഇന്ന നടൻ ഇത്ര കോടി രൂപ മേടിക്കുന്നു, ഇന്ന നടൻ പൈസയിലൊരു കോംപ്രമൈസ് കൊണ്ടുവരുന്നില്ല. നമ്മൾ എങ്ങും കേട്ടിട്ടില്ല ഒരു നടൻ പൈസയ്ക്ക് കോംപ്രമൈസ് ചെയ്തു എന്നുള്ളത്. പക്ഷേ ഈ ലോകത്തിൽ തന്നെ പൈസയിൽ കോംപ്രമൈസ് ചെയ്യുന്ന, അതായത് പ്രതിഫലങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളാണ് കിയാനു റീവ്സ്. പുള്ളിക്കാരൻ സിനിമയുടെ പ്രൊഡക്ഷനിൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറുടെ കയ്യിൽ ബഡ്ജറ്റ് നിർത്താനായിട്ട് പുള്ളിക്കാരൻ്റെ പ്രതിഫലം കട്ട് ചെയ്ത് വാങ്ങാറുണ്ടെന്നാണ് പറയുന്നത്, അതായത് കുറച്ച് വാങ്ങാറുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു സിനിമയില്ലേ, ആ സിനിമ ഒരു വമ്പൻ സക്സസ് ആയപ്പോഴത്തേക്കും ആ സിനിമയുടെ പ്രോഫിറ്റ്, ഒരു വലിയ എമൗണ്ട് പ്രോഫിറ്റാണ് കിട്ടിയത്. ആ പ്രോഫിറ്റിൻ്റെ നല്ലൊരു ഭാഗം പ്രൊഡ്യൂസേഴ്സ് അദ്ദേഹത്തിന് കൊടുക്കാനിറങ്ങി. അപ്പം അദ്ദേഹം പറഞ്ഞു വേണ്ട, കാരണം ആ സിനിമ ഹിറ്റായത് പുള്ളിക്കാരൻ കാരണമൊന്നുമല്ല, ആ സിനിമയുടെ സ്പെഷ്യൽ എഫക്ട്സും അടിപൊളിയായിട്ടുള്ള സ്റ്റണ്ട് ടീമും ഗംഭീരമായിട്ടുള്ള ഡയറക്ഷനും കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം ആ പൈസ അർഹിക്കുന്നില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ആ പൈസ വാങ്ങിച്ചില്ല. ഇത് കിയാനു റീവ്സിനെ കുറിച്ച് അധികം ആളുകൾക്ക് അറിയാത്ത കാര്യമാണ്. അപ്പോൾ ഈ ഒരു ലോകത്തിൽ തന്നെ സിനിമയുടെ പ്രതിഫലത്തിൽ ഇത്രയും വിട്ടുവീഴ്ച ചെയ്യുന്ന വേറൊരു നടൻ ഇല്ലെന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ പറയുന്ന എമൗണ്ട് പ്രൊഡ്യൂസേഴ്സ് പുള്ളിക്കാരൻ്റെ മുമ്പ് വെച്ചു കൊടുത്ത് പുള്ളിക്കാരനെ കൊണ്ടുപോകും. അത്രത്തോളം ഫാൻ ഫോളോയിങ് ഉള്ള വ്യക്തിയാണ്. ഇനി ഫാൻ ഫോളോയിങ് എന്തുകൊണ്ടാണ് ഇത്രയും ഫാൻ ഫോളോയിങ് എന്നറിയോ? കിയാനു റീവ്സ് എന്ന നടനല്ല ഫാൻ ഫോളോയിങ് കൂടുതൽ, കിയാനു റീവ്സ് എന്ന മനുഷ്യനാണ് ഫാൻ ഫോളോയിങ് കൂടുതൽ. കിയാനു റീവ്സ് മിക്കപ്പോഴും ഒരു സാധാരണക്കാരനെ പോലെയാണ്. നമ്മുടെ പ്രണവ് മോഹൻലാലല്ലേ, നമ്മുടെ പ്രണവ് മോഹൻലാലിനെ പോലത്തെ ഒരു നേച്ചറാണെന്ന് വേണേൽ പറയാം. ബൈക്കുകളിൽ യാത്ര ചെയ്യുക, വലിയ വലിയ ആഡംബര കാറുകളിൽ ഡ്രൈവറെ ഒന്നും വെച്ചിട്ടല്ല പുള്ളി യാത്ര ചെയ്യാറ്. ഒരു സൈഡ് ബാഗൊക്കെ ഇട്ടിട്ട്, ഒരു കോട്ടൊക്കെ ഇട്ട്, ഹെൽമെറ്റ്, അത് മുഖം കാണിക്കുന്ന ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ബൈക്കിൽ പുള്ളിക്കാരെ യാത്ര ചെയ്യാറുണ്ട്. ആളുകളൊക്കെ പുള്ളിക്കാരനെ ഹലോ ഹായ് അവർ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാറുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ സ്വയം ഒരു സാധാരണക്കാരൻ സ്ട്രീറ്റിൽ കൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് എങ്ങനെ പോവുമോ അതുപോലെ പോവുള്ളൂ. അത് ചെയ്യുന്നതിൻ്റെ കാര്യം അഹങ്കാരം ഉള്ളതുകൊണ്ടല്ല. പുള്ളിക്കാരൻ അവിടെ ഒരു ഷോ കാണിച്ചാൽ അത് റോഡ് സേഫ്റ്റിക്ക്
മോശമാണ് എന്നുള്ളത് കൊണ്ടാണ് പുള്ളി അങ്ങനെ പെരുമാറുന്നത്. പിന്നെ അത് മാത്രമല്ല, പുള്ളിക്കാരൻ സബ്വേ ട്രെയിനുകൾ എടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. യാത്ര ചെയ്യാനായിട്ട് സബ്വേ ട്രെയിനുകൾ എടുക്കാറുണ്ട്. അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ള പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഉണ്ട്. പുള്ളിക്കാരൻ ഒരു സബ്വേ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീ വന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പ് നിൽക്കുന്നു. ആ സ്ത്രീയുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹം എണീച്ചിട്ട് ആ സ്ത്രീക്ക് ഇരിക്കാനായിട്ട് സ്ഥലം കൊടുത്തു. എന്നിട്ട് ഈ പുള്ളി നിന്നു. അതുപോലെ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വീടില്ലാത്തൊരു മനുഷ്യൻ അവിടെ ഒരു ചെറിയ ബോട്ടിൽ ലിക്കറുമായിട്ടിരിക്കുന്നു. ചെറിയ ബോട്ടിൽ ലിക്കറുമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കിയാനു റീവ്സ് എന്ത് ചെയ്തെന്നറിയോ? പുള്ളിക്കാരനുള്ള ഭക്ഷണവും 2 ഗ്ലാസ്സുമായിട്ട് അവിടെ ഇരിക്കുന്ന അയാളുടെ ആ കാർഡ്ബോർഡ് സ്ഥലത്ത് പോയി ഇങ്ങനെ ഇരുന്നിട്ട് പുള്ളിക്കാരൻ ഈ ഒരു ഫുഡ് അയാളുമായിട്ട് ഷെയർ ചെയ്ത് അയാളുടെ നിന്ന് ലിക്കറും മേടിച്ച് കുടിച്ച് സംസാരിച്ചുകൊണ്ട് വിട്ടിരുന്നു. അതിൻ്റെ മെയിൻ കാര്യം, മറ്റുള്ള ബോളിവുഡ് ആക്ടേഴ്സിൻ്റെ കോസ്റ്റാർസിൻ്റെ ആ ഒരു പോഷ് ജീവിതത്തിൽ നിന്ന് കുറച്ച് മാറി സാധാരണക്കാരനായിട്ട് ഇരിക്കണമെന്നുള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ നമ്മൾ അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം അത്രയും നല്ലൊരു സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയണം. നമ്മുടെ ബൈക്കെന്ന് പറയുമ്പോൾ നമ്മൾ ബൈക്ക് ഓടിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈക്ക് ഓടിക്കുക എന്നുള്ളത്. കാരണം ഒരു പ്രത്യേക സുഖം തന്നെയാണ്. പക്ഷേ ജനറലി ബൈക്കിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, അപകടങ്ങളുണ്ടാവും. കിയാനു റീവ്സിന് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഫ്രാക്ചറുകൾ ഉണ്ടായിട്ടുണ്ട്. താടിയുടെ ഭാഗത്ത് എന്തോ സ്റ്റീലോ എന്തോ ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരന്. എന്നിരുന്നാൽ പോലും ബൈക്കിൻ്റെ അടുത്തുള്ള സ്നേഹം പുള്ളിക്കാരെ ഉപേക്ഷിക്കില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറയണം. പുള്ളിക്കാരൻ്റെ സഹോദരി ക്യാൻസർ വന്നാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ സമ്പാദിക്കുന്ന പൈസയുടെ നല്ലൊരു എമൗണ്ട് ഒരുപാട് ക്യാൻസർ ചാരിറ്റി ഫണ്ടുകളിൽ പുള്ളിക്കാരൻ കൊടുക്കും. സമ്പാദിക്കുന്ന പൈസ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചൂടെ എന്ന് പറയുക മാത്രമല്ല പുള്ളിക്കാരൻ ചെയ്യാറ്. പുള്ളിക്കാരൻ പറയാറില്ല, പുള്ളിക്കാരൻ ഇത് പ്രവർത്തിച്ച് കാണിക്കാറാണ് പതിവ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ജോൺ വിക്ക് ചാപ്റ്റർ 4 കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കാണുന്നത് വരെ ബൈ.